ഹായ്, എസ് പി അരുളലാണ്. ഒരു ഒന്നൊന്നര കള്ളൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. മാനസാന്തരം വന്ന കള്ളൻ, അതായത് ഗുരുവായൂരിൽ ഡോക്ടർ അബൂബക്കറിൻ്റെ വീട്ടിൽ, അത് അരിയന്നൂരിലുള്ള ഡോക്ടർ അബൂബക്കറിൻ്റെ വീട്ടിൽ ഇക്കഴിഞ്ഞ 8-ാം തീയതി കയറി ഒരു മോഷണം നടത്തിയ വാർത്ത പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. 10 പവൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയ കള്ളൻ, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വീട്ടിനകത്ത് CCTV ദൃശ്യം ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യത്തിൽ നിന്ന് കള്ളൻ ആരാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കയ്യിലെ മുദ്ര കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ദൃശ്യത്തിലോട്ട് നോക്കിയ കയ്യിൽ ഒരു മഞ്ഞ തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അത് ആരുടെ ഒരു സൈനാണെന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏതോ ഒരു മുഴുമുഴുത്ത സംഖ്യയുടെ പണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കയ്യിൽ രാഖിയും കെട്ടിക്കൊണ്ട് മോഷണമാണ് പണി എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടായി എന്ന് പറയാൻ കാരണം, ഈ മോഷ്ടിച്ച് പോലീസ് ഇത് CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ മഹാനായിട്ടുള്ള ആ കയ്യിൽ മുദ്രയുള്ള കള്ളൻ എന്ത് ചെയ്തു എന്നറിയും. 8 പവൻ്റെ സ്വർണം കൊണ്ടുവന്ന് വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു കുറിപ്പ് എഴുതി വെച്ചു. 2 പവൻ ഞാൻ വിറ്റു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്കെതിരെയുള്ള മോഷണ കേസ് പിൻവലിക്കണം. അതായത് 2 പവൻ 2 ലക്ഷം രൂപ പോയി കഴിഞ്ഞു, ഇനിയുള്ള 8 ലക്ഷം രൂപ ഞാൻ തിരിച്ചു തന്നു, എന്നെ ഒരു സത്യസന്ധനായിട്ടുള്ള കള്ളനായിട്ട് പരിഗണിക്കണമെന്ന് കയ്യിൽ മുദ്രയുള്ള, അല്ലെങ്കിൽ കയ്യിൽ ആ തിളങ്ങി നിൽക്കുന്ന ആ സൈൻ കെട്ടിയിരിക്കുന്ന കള്ളൻ പറയുന്നു. ഓരോരോ കള്ളന്മാരുടെ ഒരു സാഹചര്യം നോക്കണം. എന്തായാലും മനോരമ റിപ്പോർട്ട് ചെയ്ത വാർത്ത വെച്ചിട്ട് ഈ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ച് 8 പവൻ അടുക്കളയുടെ പുറകിൽ വെക്കുമ്പോൾ ഈ ഭാഗത്ത് CCTV ദൃശ്യം ഇല്ലാത്തത് കൊണ്ട് ആളാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾക്ക്, അതായത് നേരിട്ട് പോലീസ് ഇങ്ങനെ അന്വേഷിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് നേരിട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. കാര്യം പോലീസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പുറത്തിറങ്ങില്ല, ഒളിവിലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അപാത്തും പതുകിയും സ്വന്തം നിലയ്ക്ക് തന്നെ വന്നിട്ടുണ്ടാകാം. 2 പവൻ എന്തായിരുന്നാലും കിട്ടിയോടനെ വിറ്റു. ഈ 8-ാം തീയതി അബൂബക്കർ ഡോക്ടറൊക്കെ ഒരു ടൂറ് പോകണേണ്ടെന്ന്, അതേപോലെ ഒരു വിനോദയാത്ര പോകുന്നതിന് മുന്നോടിയായിട്ട് വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിലാണ് ഇത് കണ്ടപ്പോഴാണ് മോഷണം പോയ വിവരങ്ങൾ അറിയുന്നത്. അറിഞ്ഞതിന് ശേഷം ഇത് പോലീസിൽ അറിയിക്കുന്നു. അതിനെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ എടുത്തപ്പോഴാണ് ഇതെല്ലാം പുറത്തു വന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കണേ. ചില ലക്ഷണമൊത്ത കള്ളന്മാരുടെയൊക്കെ രീതികളെന്നൊക്കെ പറഞ്ഞാൽ കൈയോടെ പിടിക്കും എന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയപ്പോൾ തിരിച്ചു കൊണ്ട് വയ്ക്കുക, അതിനെ മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത് എത്ര, നമ്മൾ പറഞ്ഞില്ലേ, ഈ കയ്യിൽ ചരട് കെട്ടിയ കള്ളന്മാരൊക്കെ എത്ര നിഷ്കളങ്കന്മാരായ കള്ളന്മാരാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും BJP അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടിൽ ഇതും കൂടി തുടങ്ങിയോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. എന്തായാലും സൈൻ വെച്ചിട്ട് പോലീസ് ആളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് പരിപൂർണമായിട്ട് സ്ഥിരീകരിക്കാം ഈ നാട്ടിൽ കുത്തിത്തിരിപ്പും വർഗീയതയും മാത്രമല്ല സംഘികളുടെ പണി എന്നുള്ള കൃത്യമായിട്ടൊരു സൈനായിട്ട് അതിനെ കാണേണ്ടതുണ്ട്. ഔദ്യോഗികമായി ആരാണോ എന്താണോ എന്ന് പുറത്തു വന്നിട്ടില്ല. കയ്യിലെ ആ മുദ്ര വച്ചിട്ട് നമുക്ക് എന്താണ് ആരാണെന്നൊക്കെ വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ഓരോരോ സംഭവവികാസങ്ങളെ അല്ലേ.